ഒരു നക്ഷത്രം 26ാമത്തെ എലമെന്റായ അയൺ ഉണ്ടാക്കുന്ന ആ നിമിഷം തന്നെ സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുമെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള 118 എലമെന്റ്സ് എവിടെ നിന്ന് വന്നു? നിങ്ങൾ ധരിക്കുന്ന സ്വർണവും പ്ലാറ്റിനവും പോലെയുള്ള ഹെവി എലമെന്റ്സ് എങ്ങനെ ഉണ്ടായി? സാധാരണ നക്ഷത്രങ്ങൾ ഹൈഡ്രജനിൽ തുടങ്ങി അയൺ വരെ മാത്രമേ ഫ്യൂഷൻ വഴി ഉണ്ടാക്കൂ. കാരണം അയൺ ഫ്യൂസ് ചെയ്യുമ്പോൾ എനർജി പുറത്തുവിടില്ല, പകരം അത് കൺസ്യൂം ചെയ്യും. അതോടെ ഫ്യൂഷൻ നിൽക്കുകയും നക്ഷത്രം കൊളാപ്സ് ആയി ഒരു സൂപ്പർനോവയായി മാറുകയും ചെയ്യും. ബാക്കി ഹെവി എലമെന്റ്സ് ഉണ്ടാക്കാൻ എക്സ്ട്രീം കണ്ടീഷൻസ് വേണം. സൂപ്പർനോവ പൊട്ടിത്തെറിക്കുന്ന ആ സമയത്ത് അതിവേഗം നടക്കുന്ന പ്രോസസ് വഴി സിൽവർ, ടിൻ പോലെയുള്ളവ ഉണ്ടാവും. പക്ഷേ സ്വർണവും പ്ലാറ്റിനവും ഉണ്ടാക്കുന്ന റിയൽ കോസ്മിക് ഫോർജ് ആണ് കിലോനോവ. എന്താണ് കിലോനോവ? യൂണിവേഴ്സിലെ ഏറ്റവും ഡെൻസ് ആയ 2 ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന എക്സ്പ്ലോഷൻ ആണത്. ആ സമയത്ത് സ്പേസ് ഒരു ന്യൂട്രോൺ സൂപ്പായി മാറുകയും സെക്കൻഡുകൾക്കുള്ളിൽ ഗോൾഡ് ഫോം ആവുകയും ചെയ്യും. ഭൂമിയിലെ ഓരോ തരി സ്വർണവും ഇത്തരം കോസ്മിക് കറ്റാസ്ട്രോഫിയിൽ നിന്നുണ്ടായതാണ്. ഇനി നിങ്ങളുടെ കയ്യിലെ സ്വർണ്ണ മോതിരത്തിലോ മാലയിലോ നോക്കി അതിലെ സ്വർണമുണ്ടായ ആ അതിഭീകരമായ നിമിഷം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ.